ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഗ്യാസ് ട്രബിൾ സാധാരണ വയസ്സായി കഴിഞ്ഞാൽ പലരും വയറിനകത്ത് അസ്വസ്ഥത, വയറിനകത്ത് കമ്പനം, ഇത്തരത്തിൽ പല ബുദ്ധിമുട്ടുകൾ പറയുമെങ്കിലും ഇന്ന് ചെറുപ്പക്കാരിലും എന്തിനേറെ കുട്ടികളിൽ പോലും ഇന്ന് വയറിൻ്റെ അസ്വസ്ഥതയും ഗ്യാസ് ട്രബിളും വല്ലാണ്ട് കൂടി വരുന്നുണ്ട്. ഭക്ഷണം ദഹിക്കുമ്പോൾ സാധാരണ വയറിനകത്ത് ഗ്യാസ് ഉണ്ടാകുന്നത് അത്ര പ്രോബ്ലമൊന്നുമില്ല. അതൊന്നുകിൽ പുറത്തേക്ക് പോകാറുണ്ട്, മുകളിലേക്ക് പുറത്തേക്ക് പോകും, ഇല്ലെങ്കിൽ താഴേക്ക് സാധാരണ പോകാറുണ്ട്. എന്നാൽ വയറിനകത്ത് ഗ്യാസ് കുടുങ്ങിക്കിടന്ന് വയറിന് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു രോഗമായിട്ട് പരിഗണിക്കേണ്ട ഒരു സാധ്യത വരുന്നത്. നാം എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ദഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് അധികം മധുരമുള്ള ഭക്ഷണങ്ങൾ, അധികം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം ദഹിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. വയറിനകത്ത് ഉള്ള ചിലതരം ബാക്ടീരിയകളും ഗ്യാസ് ഉണ്ടാക്കും. കുടലിലുള്ള ചിലതരം ബാക്ടീരിയകൾ ഈ ഗ്യാസിനെ വലിച്ചെടുക്കുകയും ചെയ്യും. ബാക്കി മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്. സാധാരണഗതിയിൽ ഒരു ദിവസത്തിൽ 14 തവണ വരെ ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് കീഴ്വായു പോകാറുണ്ട്. അത് സാധാരണ നമുക്കൊരു രോഗമായിട്ട് പറയാൻ പറ്റുകയില്ല. എന്നാൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കീഴ്വായു പോകുന്നവരോ, വയറിനകത്ത് ഭയങ്കര അസ്വസ്ഥത വന്നിട്ട് ടോയ്ലറ്റിൽ പോകണം എന്നുള്ളവരോ, കീഴ്വായുവിന് വല്ലാത്ത ദുർഗന്ധം ഫോം ചെയ്യുന്നതോ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് ഒരുപക്ഷെ വയറിനകത്ത് നമ്മുടെ ദഹനത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നത് ദഹന പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. അതായത് നിങ്ങൾ ഭക്ഷണത്തോടൊപ്പം അമിതമായിട്ട് ഗ്യാസ് ഉള്ളിലേക്ക് എടുത്താലോ, അതായത് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വയറിനകത്തേക്ക് ഭക്ഷണത്തോടൊപ്പം ഗ്യാസ് ചെന്നു എന്ന് വരാം. ഇല്ലെങ്കിൽ ചിലർ ശബ്ദമുണ്ടാക്കി വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ സക്ക് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ, സ്ട്രോ വെച്ച് എന്തെങ്കിലും കഴിക്കുമ്പോഴെല്ലാം വയറിനകത്തേക്ക് ഗ്യാസ് ചെന്നു എന്ന് വരാം. ചിലവർക്ക് ആർട്ടിഫിഷ്യൽ പല്ല് വച്ചിരിക്കുന്ന സമയത്തോ, ഇല്ലെങ്കിൽ പല്ലിനിടയ്ക്ക് വിടവുണ്ടെങ്കിലോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതോടൊപ്പം ഗ്യാസ് കൂടി ഉള്ളിലേക്ക് പോയി എന്ന് വരാം. മറ്റൊരു പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് നമ്മുടെ ആമാശയത്തിൽ ദഹിക്കാത്തതാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ ഒരുപാട് ഭക്ഷണം വലിച്ചു വാരി കഴിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം, തിരക്കേറിയ ജീവിത രീതിയിൽ നമ്മളെല്ലാവരും തന്നെ അല്പസമയം കൊണ്ട് മാക്സിമം ഫുഡ് കഴിക്കുക, ജോലിക്ക് ഓടുക, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഓടുക എന്ന ഒരു ശീലക്കാരാണ്. ഇത് തന്നെയാണ് വയറിനകത്ത് ദഹനപ്രശ്നം, അതായത് ദഹനക്കേട് അഥവാ ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം. ഇത് മാത്രമല്ല, ഫ്രീക്വൻ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുക. ഒരു തവണ കഴിക്കുന്ന ഭക്ഷണം ഏതാണ്ട് ദഹിക്കാനായിട്ട് 2.5 മണിക്കൂർ സമയം വേണം. എന്നാൽ ഒരു തവണത്തെ ഭക്ഷണം ദഹിച്ച് കഴിയുന്നതിന് മുമ്പ് അടുത്ത ഭക്ഷണം ചെല്ലുന്നതും ഇത്തരത്തിൽ ഗ്യാസ് കൂടുതലുണ്ടാകുന്നതിൻ്റെ കാരണമാണ്. മറ്റൊന്ന്, ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വായിലാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ചവച്ചില്ലെങ്കിൽ, അതായത് ഭക്ഷണം നന്നായിട്ട് ചവച്ച് നമ്മുടെ വയറിലുള്ള ഉമിനീര് ഭക്ഷണവുമായി കലർന്നില്ല എങ്കിലും ഭക്ഷണം വയറിലെത്തുമ്പോൾ ആമാശയത്തിൽ പൂർണ്ണമായും ദഹിച്ചില്ല എന്ന് വരാം. പൂർണ്ണമായും ദഹിക്കാത്ത ഭക്ഷണം നമ്മുടെ വൻകുടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതവിടെ ഗ്യാസ് പുളിച്ചിട്ട് ഗ്യാസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായും ദഹിച്ചില്ലെങ്കിൽ അതും ഗ്യാസ് ഉണ്ടാക്കും. നമ്മൾ മലയാളികളുടെ വളരെ കോമൺ ആയിട്ടുള്ളൊരു ശീലമാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പം പഴവർഗ്ഗങ്ങൾ ഡെസേർട്ടായിട്ട്, മധുരമായിട്ട് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. ഭക്ഷണത്തിന് ശേഷം പഴങ്ങൾ കഴിക്കുന്നത് ഇത്തരത്തിൽ ഭക്ഷണങ്ങൾ പുളിച്ചു തേട്ടുന്നതിന് കാരണമാകും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പഴങ്ങൾ വളരെ പെട്ടെന്ന് ദഹിക്കും. ഇത് ദഹിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് നമ്മുടെ ചെറുകുടലിലേക്ക് മൂവ് ചെയ്തില്ല എങ്കിൽ അത് വയറിൽ കിടന്ന് ഗ്യാസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. എന്നാൽ പഴങ്ങളോടൊപ്പം നാം കഴിച്ച ഭക്ഷണം പൂർണ്ണമായും ആ സമയത്ത് ദഹിച്ചിട്ടും ഉണ്ടാകില്ല. ഇങ്ങനെ പകുതി ദഹിച്ച ഭക്ഷണങ്ങൾ വയറിനകത്ത് കിടന്ന് പുളിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്യാസ് ട്രബിൾ ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഏമ്പക്കവും മറ്റു ബുദ്ധിമുട്ടുമെല്ലാം ഇത്തരത്തിൽ ഗ്യാസിൻ്റെ ട്രബിളാണ്. ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം പുകവലിയാണ്. സാധാരണ പുകവലിക്കുന്ന ഒരാൾ ഉള്ളിലേക്ക് എടുക്കുന്ന, ശ്വാസകോശത്തിലേക്കാണ് അവർ സിഗരറ്റ് വലിക്കുന്നതെങ്കിൽ പോലും ഉള്ളിലേക്ക് എടുക്കുന്ന പുകയുടെ 30% വയറിലേക്കാണ് ചെല്ലുന്നത്. ഇത് വിട്ടുമാറാത്ത ദഹനക്കേടിന് കാരണമാകും. ദഹനക്കേട് മാത്രമല്ല, ഇത് വയറിനകത്ത് അൾസർ, ഒരുപക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, മലബന്ധം, പ്രോപ്പറായിട്ട് മോഷൻ പോകാത്തതും ഗ്യാസ് ട്രബിൾ, വയറിനകത്ത് ഗ്യാസ് ഒരുപാട് കെട്ടുന്നതിൻ്റെ കാരണമാകാറുണ്ട്. പലർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ഒരു 4 മണി ആയിക്കഴിഞ്ഞാൽ കീഴ്വായു ഒരുപാട് പോവുകയും അവർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോയാൽ മാത്രമേ പിന്നെ അവർക്ക് രാത്രി വരെ പിടിച്ചു നിൽക്കാൻ പറ്റുകയും ഉള്ള ഒരുപാട് പേരുന്നുണ്ട്. ഇത്തരക്കാർക്ക് ശരിയായിട്ട് മലശോധന കറക്റ്റാവാത്തതാണ് ഇതിൻ്റെയൊക്കെ കാരണം. വൻകുടലിൽ വരുന്ന മറ്റു ചില രോഗങ്ങൾ, ഉദാഹരണത്തിന് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അമിതമായിട്ട് ടെൻഷൻ, ഇവർക്കും ഗ്യാസ് പ്രോബ്ലം ഉണ്ടായി എന്ന് വരാം.
വൻകുടലിന് നോർമലി ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ഉണ്ട്. ഈ മൂവ്മെൻറ്റ് അമിതമായിട്ടുണ്ടായാൽ, കൂടുതലുണ്ടായാൽ നമ്മുടെ ശരീരത്തിൻ്റെ വാട്ടർ റീഅബ്സോർപ്ഷൻ, ശരീരം വൻകുടലിലാണ് വെള്ളം വലിച്ചെടുക്കുന്നത്, ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരികയും മലം അല്പം ലൂസായിട്ട് പോവുകയും ചെയ്തെന്ന് വരാം. ഇവർക്കും ഫ്രീക്വൻ്റ് ആയിട്ട് ഗ്യാസ്, താഴേക്ക് കീഴ്വായു ശല്യം എപ്പോഴും ഉണ്ടാകുകയും കീഴ്വായുവിനോടൊപ്പം മോഷൻ പോകണമെന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ചിലതരം ഭക്ഷണങ്ങൾ ഗ്യാസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. ചിലതരം ഫാസ്റ്റ് ഫുഡുകൾ, ചിലർക്ക് ഫൈബർ ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. ചിലർക്ക് വയറിനകത്ത് അലർജി ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഗ്യാസ് ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. ഉദാഹരണത്തിന് പാല് അലർജി ആയിട്ടുള്ള ഒരാൾക്ക് ചായ കുടിച്ചാലോ ഇല്ലെങ്കിൽ പാല് കൂടുതൽ കഴിച്ചാലോ എല്ലാം അവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് കാരണം പാല് പ്രോപ്പറായിട്ട് ദഹിക്കത്തില്ല, ഗ്യാസ് ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. അതുപോലെ തന്നെ ഗോതമ്പ് അലർജി ആയിട്ടുള്ളവർക്ക്, കറക്റ്റായിട്ട് പറഞ്ഞാൽ ഗോതമ്പിലെ ഗ്ലൂട്ടൻ അലർജി ആയിട്ടുള്ളവർക്ക് ഇത്തരത്തിൽ ഗോതമ്പ് ചേർന്ന ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അമിതമായിട്ട് മോഷൻ പോകണമെന്നൊരു തോന്നലോ ഗ്യാസ് ട്രബിളും മറ്റു ബുദ്ധിമുട്ടുകളും ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. സോ നിങ്ങളുടെ വയറിന് ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഏത് ഭക്ഷണമാണ് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്നത് നോക്കി ആ ഭക്ഷണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സമയമെടുത്ത് മാത്രം ഭക്ഷണം കഴിക്കുക. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഓരോ തവണത്തെ ഭക്ഷണത്തിനിടയ്ക്ക് 2.5 മണിക്കൂർ ഗ്യാപ്പ് ഇടാൻ ശ്രമിക്കുക. ഓരോ തവണ ഭക്ഷണവും അരവയറ് കഴിക്കാൻ ശ്രമിക്കുക. വയറ് നിറയെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ദഹനക്കേടിൻ്റെ ഏറ്റവും പ്രധാന കാരണമായി വർക്ക് ചെയ്തു എന്ന് വരാം. അമിതമായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിച്ചില്ല എന്ന് വരാം. ടെൻഷനുള്ള, മാനസിക പിരിമുറുക്കമുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കുറച്ച് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഇതും നിങ്ങളുടെ ദഹനക്കേടിൽ നിന്നും വയറിനെ പ്രിവെൻറ്റ് ചെയ്തു എന്ന് വരാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് വിട്ടുമാറുന്നില്ല എങ്കിൽ ഹോമിയോപ്പതിയിൽ ഈ പ്രോബ്ലം ക്ലിയർ ചെയ്യാനുള്ള വളരെ നല്ല മെഡിസിൻസ് ഉണ്ട്. നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് ഒരു 2 ആഴ്ച മെഡിസിൻ എടുത്താൽ ഈ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇത് മാത്രമല്ല, നമുക്ക് വീടുകളിൽ എങ്ങനെ ഗ്യാസ് ട്രബിൾ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ഒരു ദിവസം 2.5 ലിറ്റർ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ഗ്യാസ് ട്രബിൾ കുറയാൻ ഏറ്റവും നല്ല മരുന്നാണ്. ഇഞ്ചി പതിവായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗ്യാസ് ട്രബിൾ കുറയ്ക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് ജിഞ്ചർ ടീ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ചോറ് വയ്ക്കുന്ന സമയത്ത്, ഉച്ചയ്ക്കുള്ളക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോറിന് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലേക്ക് അല്പം ഇഞ്ചി അരിഞ്ഞിടുക. ഇഞ്ചി ചേർത്ത് നാം ഭക്ഷണം പാകം ചെയ്താൽ, പ്രത്യേകിച്ച് ചോറൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന നിങ്ങൾക്ക് വയറിനുണ്ടാകുന്ന ഗ്യാസ് ട്രബിളും മറ്റും കുറയ്ക്കുവാൻ സാധിക്കും. കഴിയുന്നത്ര രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ സൂക്ഷിച്ചിട്ട് വൈകുന്നേരം വീണ്ടും ചൂടാക്കി കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഉരുളക്കിഴങ്ങ് പോലുള്ള ഭക്ഷണങ്ങൾ വീണ്ടും ചൂടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. പയർവർഗ്ഗങ്ങൾ പൊതുവേ ഇത്തരത്തിൽ വൻകുടലിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്. ഫ്രഷായിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഭൂമിയിൽ വളരുന്ന ഭക്ഷണങ്ങൾ, അതായത് ചേമ്പ്, ചേന, കാച്ചിൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ ചിലരിൽ ഗ്യാസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം അതിനകത്തുള്ള ചില കെമിക്കൽസാണ് ഇത്തരത്തിൽ ഗ്യാസ് ഉണ്ടാക്കുന്നത്. അമിതമായി നിങ്ങൾക്ക് ഗ്യാസ് ശല്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്നാൽ ചിലതരം രോഗങ്ങളുടെ ലക്ഷണമായും ഗ്യാസ് ട്രബിൾ കണ്ടുവെന്ന് വരാം. എന്നാൽ ഗ്യാസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശക്തമായ വയറുവേദനയും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ബവൽ മൂവ്മെൻറ്റ്, അതായത് മലബന്ധം കാര്യമായിട്ടുണ്ടെങ്കിലും സംഭവിക്കാം. ഇല്ലെങ്കിൽ ചെറുകുടലിനും വൻകുടലിനും ഇടയിലുള്ള ഭാഗത്ത് ഗ്യാസ് പ്രോപ്പറായി മൂവ് ചെയ്യാതെ തടഞ്ഞു നിന്നിട്ട് വരുന്ന കംപ്ലയിൻസ് ഉണ്ടെങ്കിലും വരാം. ചെറുകുടലിൽ വരുന്ന ചെറിയ ഇൻഫ്ലമേഷൻസോ വൻകുടലിൽ വരുന്ന പോളിപ്പുകളോ അൾസറോ ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. അതിനാൽ വിട്ടുമാറാത്ത ഗ്യാസ് ട്രബിൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഡോക്ടറെ കണ്ട് എന്താണ് അസുഖം എന്ന് തിരിച്ചറിയുക പ്രധാനമാണ്. ഗ്യാസ് ട്രബിളിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.